ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 PSC നടത്തിയ ഒരു എക്സാമിലെ 50 GK ക്വസ്റ്റ്യൻസ് ആണ്. 2020 നടന്ന ഒരു LD ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 3/2020. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി കബനി. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ വയനാട്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മിഭായ്. ഗൗരി ലക്ഷ്മിഭായ് ആണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ദ്വിതീയ മേഖല. സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത്. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഉത്തരം ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ലാഹോർ. ലാഹോറിലാണ് ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി കൊങ്കൺ തീരം. കൊങ്കൺ തീരം എന്നാണ് പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 2015 ജനുവരി 1. 2015 ജനുവരി 1 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത്. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യമാണ് നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്ന സാമ്രാജ്യം. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെക്ക് വടക്ക്. ധരാതലീയ ഭൂപടത്തിൽ തെക്ക് വടക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് നോർത്തിങ്സ്. ഇ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹരിത വിപ്ലവം. ഹരിത വിപ്ലവമാണ് ഇവിടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംരക്ഷണ ശേഷി എത്ര അടിയാണ്? ഉത്തരം ഓപ്ഷൻ സി 2403 അടി. 2403 അടിയാണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ലോക്പാൽ. ലോക്പാലാണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം.
ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഖരം. ഖരാവസ്ഥയിലാണ് ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം? പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2012. 2012 പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. ഇന്ത്യയിൽ GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം? ഇന്ത്യയിൽ GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആസാം. ആസാമാണ് ഇന്ത്യയിൽ GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജാതിക്കുമ്മി. ജാതിക്കുമ്മിയാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്? 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്? പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സാർക്കോമിയർ. സാർക്കോമിയർ ആണ് പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ. യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തൈമോസിൻ. തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഷഡ്പദങ്ങളുടെ വിസർജ്യവസ്തു? ഷഡ്പദങ്ങളുടെ വിസർജ്യവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ആണ് ഷഡ്പദങ്ങളുടെ വിസർജ്യവസ്തു. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കാൾ ലിനേയസ്. കാൾ ലിനേയസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്തുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം ഓപ്ഷൻ എ യഥാർത്ഥം തലതിരിഞ്ഞത്. മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം യഥാർത്ഥവും തലതിരിഞ്ഞതുമാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഫെർമി. ഫെർമിയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഉത്തരം ഓപ്ഷൻ സി പാസ്കൽ നിയമം. പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം. ഫ്യൂഷൻ പ്രവർത്തനം മൂലമാണ് സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നത്. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജനാണ് ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത്. മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്നിവയൊക്കെ ഹരിതഗൃഹവാതകങ്ങളാണ്. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ഉത്തരം ഓപ്ഷൻ സി കീബോർഡ്. കീബോർഡാണ് ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? ഉത്തരം ഓപ്ഷൻ ബി റാം. റാം ആണ് താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി.
ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം. താഴെ പറയുന്നവയിൽ URLന്റെ പൂർണ്ണരൂപം എഴുതുക. താഴെ പറയുന്നവയിൽ URLന്റെ പൂർണ്ണരൂപം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URLന്റെ പൂർണ്ണരൂപം. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ, യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെടുന്നത്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, 7ാം ഭേദഗതി. 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത്. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇ മുഹമ്മദ്. ഇ മുഹമ്മദിൻ്റെ തൂലികാനാമമാണ് സൈക്കോ. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, PV സിന്ധു. ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, PJ ആൻ്റണി. PJ ആൻ്റണിയാണ് ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ് ആയിരുന്നു 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഉത്തരം ഓപ്ഷൻ ബി, ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലായിരുന്നു 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൽ വെച്ചാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇവിടെ PSC ആൻസർ കൊടുത്തത് ദക്ഷിണാഫ്രിക്ക എന്നായിരുന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്.
എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? ഉത്തരം ഓപ്ഷൻ സി 17. 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് 2019 നടന്നത്. നിലവിലുള്ളത് എത്രാമത്തെ ലോക്സഭയാണെന്ന് ചോദിച്ചാൽ 18ാമത് ലോക്സഭ. 18ാമത് ലോക്സഭയാണ് നിലവിൽ ഉള്ളത്. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി വിക്രം. വിക്രം എന്നതായിരുന്നു ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന് നൽകിയ പേര്. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. നിലവിൽ 15ാം കേരള നിയമസഭയാണ്. 15ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? A.K. ശശീന്ദ്രൻ. A.K. ശശീന്ദ്രനാണ് 15ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസ്. എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്? എക്സാം എളുപ്പമായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിനു മുമ്പുള്ള പാർട്ടിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്